നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ദി റെസിപ്രോക്കൽ ഓഫ് എ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നാച്ചുറൽ നമ്പർ എഴുതണം. നമുക്കറിയാം 1, 2, 3, 4 എക്സെട്ര ആണ് നമ്മുടെ നാച്ചുറൽ നമ്പർ. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും, ഇത് 1/3 ആയിരിക്കും, ഇത് 1/4 ആയിരിക്കും, എക്സെട്ര വരും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തന്നേക്കണം? ഇപ്പോൾ ഇവിടെ ഏതൊരു നമ്പറിൻ്റെയും താഴെ 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്യുക. അപ്പോൾ 1/1, 1/2, 1/3, 1/4 റെസ്പെക്റ്റീവ്ലി ആയിരിക്കും. ഇനി നമ്മൾ നോക്കുക, ഇത് ആദ്യത്തെ പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. x1, x2, x3, x4. ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു s2 മൈനസ് x1 ആണ് ഫസ്റ്റ് വൺ. അപ്പോൾ 1/2 മൈനസ് 1, s2 1/2, x1 1, 1/2 മൈനസ് 1. അതിനകത്ത് ഹാഫിൽ നിന്ന് 1 കുറച്ചു. ഇതിനെ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 മൈനസ് 2/2 എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഹാഫ് വന്നു. അല്ലെങ്കിൽ തന്നെ അറിയാം, 1 നിന്ന് അര പോയി കഴിഞ്ഞാൽ അരയല്ലേ? വലിയ നമ്പറിൻ്റെ സൈൻ നെഗറ്റീവ് കൊടുത്തു, -1/2. മനക്കണക്ക് കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എഴുതിയാൽ മതി. s3 മൈനസ് s2 കണ്ടുപിടിക്കണം. s3 എന്ന് പറഞ്ഞാൽ ഏതാണ്? 1/3 ആണ്. 1/3 മൈനസ് 1/2 ആണ്. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 മൈനസ് 3 ഡിവൈഡഡ് ബൈ 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/6 വരും. കാരണം 2 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ്, -3 നെഗറ്റീവാണ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/6. ഈ രണ്ട് വാല്യൂസ് നമ്മളൊന്ന് കമ്പയർ ചെയ്തേ. ഈക്വൽ ആണോ? അല്ലല്ലോ. അപ്പോൾ therefore s3 മൈനസ് s2 നോട്ട് ഈക്വൽ ടു s2 മൈനസ് x1. അത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ therefore എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ആൻ AP. അതൊരിക്കലും AP-യിലല്ല. അപ്പോൾ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. അതിനൊന്നിനും എന്തല്ല? ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഇത് എന്തിലാന്ന് പറയാൻ പറ്റും നമുക്ക്? ഇറ്റ് ഈസ് നോട്ട് ആൻ AP എന്ന് പറയാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല എന്ന് പറയും. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് എന്താണ് കൺസെപ്റ്റ് അറിയണം? s2 മൈനസ് x1ഉം s3 മൈനസ് s2ഉം കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ അല്ലെങ്കിൽ അതൊരിക്കലും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അപ്പോൾ ആ ഒരൊറ്റ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ കുറേ പ്രോബ്ലം തലപ്പോൾ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ അത് ഇന്നത് വരണേന്ന് പറഞ്ഞ് പഠിച്ചിട്ടോ ഒന്നും ഇനിയുള്ള എക്സാമിനകത്ത് കാര്യമില്ല. നമ്മൾ കണ്ടൻറ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കുട്ടിക്ക് മാത്രമേ +1 +2 ഒക്കെ വരുമ്പോൾ അവിടെ ബൈഹാർട്ട് ചെയ്യാനും ഇന്ന പ്രോബ്ലം ഒന്നുമില്ല. അത് ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. 10, 30, 40, 50, 60, 70 ക്വസ്റ്റ്യനാണ് ഓരോ ആക്ടിവിറ്റിയിലും ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് കണ്ടൻറ്റ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള വിഷയം എന്ത് തന്നെയായിരിക്കും? മാത്സ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കണം എപ്പോഴും.